വെൽക്കം ടു ആർട്ടിസ്റ്റ് ബിഗ് ചാറ്റ്. ABC-യിൽ ഇന്ന് നമ്മോടൊപ്പം സാധിക. വെൽക്കം സാധിക. എന്തൊക്കെയാണ് ഈ സമീപകാലത്തുള്ള സിനിമാ വിശേഷങ്ങൾ? ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ബ്രേക്കിന് ശേഷം സിനിമയിലും അതുപോലെ പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സിനിമ റിലീസ് ഉണ്ടായിരുന്നു, തീരുമാനം എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് തിയേറ്ററുകൾ ഉണ്ടായിരുന്നില്ല, കാരണം വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്ത ഒരു മൂവി ആയിരുന്നു. പിന്നെ അതുപോലെ ഭയങ്കര സ്റ്റാർ കാസ്റ്റും ഉണ്ടായിരുന്നില്ല, പറയാലോ. അത്രയും സ്റ്റാർ കാസ്റ്റ് ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് കാരണം തിയേറ്റേഴ്സ് കുറവായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ട് ഇപ്പോൾ ഒന്ന് പോയി. പിന്നെ അതുപോലെ അല്ല, അതിൽ പറയാനുള്ള കാര്യം, ഒരു സിനിമ എത്രത്തോളം തിയേറ്ററിലെത്തി, എത്രത്തോളം കളക്ട് ചെയ്തു എന്നുള്ളത് സിനിമയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു സന്തോഷം. മറ്റൊരു സന്തോഷം, ആ സിനിമയിലെ അഭിനയം നമുക്ക് നൽകിയ അനുഭവം എത്രത്തോളം വലുതാണ്. അങ്ങനെ നോക്കിയാൽ തീരുമാനത്തിലെ കഥാപാത്രം എന്തായിരുന്നു, അത് നൽകിയ സത്യം പറഞ്ഞാൽ തീരുമാനം എടുക്കാനുള്ള ഒരു റീസൺ തന്നെ ഒരു ബ്രേക്കിന് ശേഷം വന്നപ്പം എനിക്ക് ത്രൂ ഔട്ട് കിട്ടിയ ഒരു ക്യാരക്ടറായിരുന്നു. അതുപോലെ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു, അതിൽ ജേർണലിസ്റ്റ് കം ആക്ടിവിസ്റ്റ് ആയിട്ടൊരു ക്യാരക്ടറായിരുന്നു. ഏകദേശം എൻ്റെ ഒരു ക്യാരക്ടറൊക്കെ പോലത്തെ ക്യാരക്ടറായിരുന്നു. എല്ലാം തുറന്നു പറയുന്ന, എല്ലാത്തിനോടും റിയാക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഇതിൽ ആ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്, അതിൽ നമ്മൾ പൊതുവെ എപ്പോഴും സ്ത്രീപക്ഷ സിനിമ എന്ന് പറയുമല്ലോ, പക്ഷെ അതെനിക്ക് തോന്നുന്നു ഒരു പുരുഷപക്ഷ സിനിമയായിരുന്നു. കാരണം ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ, അത് ബേസ് ചെയ്തിട്ട് അമ്മയ്ക്കും മകൾക്കും ഓരോ പ്രശ്നങ്ങൾ വരുന്നു. അതിനുശേഷം അവിടുത്തെ ഗൃഹനാഥൻ, അതായത് അച്ഛനാണ് തീരുമാനം എടുക്കുന്നത്. അയാളുടെ എടുക്കുന്ന തീരുമാനമാണ് സിനിമയുടെ പേരല്ല തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ആളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു എനിക്ക്. പൊതുവെ നമ്മൾ ആക്ടിവിസ്റ്റ് ഒക്കെ ആകുമ്പോൾ ലേഡീസിനെയാണല്ലോ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പുരുഷനായിരുന്നു സപ്പോർട്ട് ചെയ്ത്. സന്തോഷ് ചേട്ടനായിരുന്നു, സന്തോഷ് കിരാറ്റൂരായിരുന്നു മെയിൻ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ വന്നു പോയൊരു സിനിമയായിരുന്നു. അതുകൊണ്ടാണ് തീരുമാനത്തിൽ അഭിനയിക്കാമെന്ന് തീരുമാനിച്ചത്. തീർച്ചയായിട്ടും. പിന്നെ അതിനുശേഷം പിന്നെ അതിന് മുൻപായിട്ട് 369 റിലീസ് ചെയ്തു. 369 പുതിയ പിള്ളേരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ജെഫിൻ പറഞ്ഞിട്ട് ഒരു പുതിയ പയ്യനായിരുന്നു. പുതിയൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു, അധികം ലൈറ്റ് ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു മൂഡിൽ. ഹേമന്താണ് അതിൽ മെയിൻ ലീഡ് ചെയ്തത്. അത് ചെയ്യാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഒരു ബ്രേക്കിന് ശേഷം ഇതിലേക്കുള്ള ഇൻട്രോ തിരിച്ച് സിനിമയിലേക്ക് വരുന്നത് സർവോപരി പാലക്കാരനിലൂടെയാണ്, അനുപേട്ടൻ്റെ ഫിലിം. അപ്പം അതിൽ ഒരു നൈന എന്ന് പറഞ്ഞിട്ട് ഒരു ബംഗാളി ക്യാരക്ടറായിരുന്നു, ഒരു റേപ്പ് വിക്ടീം ആയിരുന്നു. അപ്പോൾ ആ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പം അങ്ങനെ മൊത്തത്തിൽ അതിനുശേഷം ഇപ്പം റീസെൻ്റ്ലി ഹമാര ബജാജ് എന്ന് പറഞ്ഞ ചിത്രഹാർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ്. അത് ആന്തോളജി മൂവിയാണ്. അതിലൊരു 5 സിനിമകളുണ്ട്. മലയാളം സിനിമ തന്നെയാണ്. അതിൽ ഹമാര ബജാജ് എഗെയിൻ സന്തോഷ് ചേട്ടൻ്റെ കൂടെ പേരായിട്ട് 5 സിനിമാസാണ് അതിലൊന്ന്. അതെ, അതായത് ചിത്രഹാർ എന്ന് പറഞ്ഞപ്പോൾ അവരൊരു പഴയ പാറ്റേൺ തന്നെയാണ് അവർ പിടിച്ചിരിക്കുന്നത്, അതായത് പണ്ടത്തെ ആ ഒരു സ്റ്റൈലിൽ. അപ്പോൾ ഇതും ഈ ഹമാര ബജാജ് എന്ന പേര് പോലെ തന്നെ ആ ബജാജ് സ്കൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. വളരെ കുറച്ചേ ഉള്ളൂ, കാരണം ഷോർട്ട് ഫിലിം പോലെ ഒരു 5 സിനിമയാണല്ലോ. അപ്പോൾ 2.5 മണിക്കൂറിൽ 5 സിനിമകൾ പറഞ്ഞു പോകണം. 12 മണിക്കൂറിലെ സിനിമകളാണ്. പക്ഷെ അതിലും ഈ പറഞ്ഞ സന്തോഷ് ചേട്ടൻ്റെ പേരായിട്ട്, അപ്പോൾ നമുക്ക് മെയിനായിട്ടൊക്കെ നമ്മൾ എഗെയിൻ ചെയ്തു തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. തുടക്കത്തില് കലികാലം, MLA മണി 10ാം ക്ലാസ്സും കുസ്തിയും, അതുപോലെ തന്നെ ഓർക്കൂട്ടൊരു ഓർമ്മക്കൂട്ട്, പിന്നെ ബ്രേക്കിംഗ് ന്യൂസ് ചെയ്തു, എൻ്റെ സിനിമ ചെയ്തു. ഒരു 5-6 സിനിമകൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു ബ്രേക്ക് എടുക്കുന്നത്. നമുക്ക് ആ സിനിമകളിലേക്ക് വരണം. അതിന് മുമ്പ് അടുത്ത ചോദ്യം, ഈ ഒരു അഭിനേത്രി എന്ന നിലയിൽ ഓരോരുത്തർക്കും ഓരോ ആറ്റിറ്റ്യൂഡാണ്. ചിലർ ഒരു സിനിമ കഴിഞ്ഞാൽ ഏറ്റവും നോട്ടബിൾ ആവുന്ന, പ്രോമിസ് ആവുന്ന ഒരു ക്യാരക്ടർ കിട്ടട്ടെ എന്ന് കരുതിക്കൊണ്ട് കാത്തിരിക്കും. ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ കാത്തിരുന്നാലും കുഴപ്പമില്ല, ചിലപ്പോൾ അതിനിടയിൽ ഒന്നും ചെയ്യില്ല. മറ്റു ചിലർ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമ വരട്ടെ, അതിനിടയിൽ നമുക്ക് പറ്റാവുന്ന ഓൺ സ്ക്രീൻ വർക്കുകൾ പലതും ചെയ്യാമെന്ന് കരുതും. സാധിക എനിക്ക് തോന്നുന്നു 2ാമത്തെ വിഭാഗത്തിൽ പെടാവുന്ന ആളാണ്. ഒന്ന് കഴിഞ്ഞാൽ അതിനായിട്ട് ഇങ്ങനെ വർഷങ്ങൾ കാത്തിരിക്കുന്ന പതിവില്ല. അതിനിടയിൽ അവതരണം, ടെലിവിഷൻ ആങ്കറിങ്, സീരിയൽ ആക്ടിങ്, മോഡലിംഗ്, എല്ലാ പരിപാടിയും ഉണ്ട്, ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ അപ്രോച്ച്, എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ? പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം നമ്മളെപ്പോഴും മാക്സിമം നമ്മൾ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനിൽ നമ്മൾ നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അത് എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യൂ. ഇപ്പോൾ സിനിമ വരുമ്പം ഹീറോയിനായിട്ട് എന്നെ വിളിച്ചാൽ മാത്രമേ ഞാൻ സിനിമ ചെയ്യൂതല്ല. അത്യാവശ്യം എനിക്ക് ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള റോളാണ്, എനിക്ക് നല്ലൊരു അത്യാവശ്യം നല്ല ക്യാരക്ടറാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 2 ദിവസത്തെ വർക്കായാലും ഞാൻ ഏറ്റെടുക്കും, എനിക്ക് പ്രശ്നമില്ല. അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും, ഷോർട്ട് ഫിലിംസിൽ ആകെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറ് മാക്സിമം എനിക്ക് ഇമ്പോർട്ടൻസ്, കാരണം ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പം അതിൽ എനിക്ക് ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് അധികം ചെയ്തിട്ടുള്ളതൊക്കെ ഒന്നെങ്കിൽ സോഷ്യലി ഇതായിട്ടുള്ള സിനിമകളാണ്, ഇനി അതല്ലെങ്കിൽ തന്നെ
ഈ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളാണ് ഷോർട്ട് ഫിലിംസിൽ അധികവും വന്നു പോയിട്ടുള്ളതല്ല. പിന്നെ അല്ലാതെ കുറച്ച് ഷോർട്ട് ഫിലിംസ് മാത്രമേ ഫ്രണ്ട്സും അങ്ങനത്തെ ആ ഒരു ഇതിൽ വന്നപ്പോൾ കുറച്ച് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത് പോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ഞാൻ അത്യാവശ്യം എന്നെ തന്നെയായിരുന്നു. നമുക്ക് ഓരോന്നായിട്ട് ചർച്ച ചെയ്താൽ സിനിമ ചർച്ച ചെയ്യുകയാണെങ്കിൽ തുടങ്ങിയത് ഏത് ചിത്രങ്ങളിലൂടെയായിരുന്നു? കരിയറിന്റെ തുടക്കത്തിൽ ചെയ്ത സിനിമകൾ? കരിയറിന്റെ തുടക്കം ഓർക്കൂട്ടൊരു ഓർമ്മക്കൂട്ടാണ്. സിനിമയില് വന്നപ്പോൾ റീമ, അതുപോലെ തന്നെ അശോകേട്ടന്റെ മോൻ അർജുൻ, ബെൻ, നമ്മുടെ ലാലു ചേട്ടന്റെ മോനുണ്ടായിരുന്നു, അതുപോലെ സിബി മലൽ സാറിന്റെ മോനുണ്ടായിരുന്നു. എല്ലാവരുടെയും മക്കളായിരുന്നു അതിൽ കൂടുതലുണ്ടായിരുന്നത്. അപ്പൊ അതിൽ ഞാൻ ചെയ്ത സിദ്ദിഖേട്ടന്റെ വൈഫായിട്ടായിരുന്നു. സിനിമയുടെ തുടക്കമേ വൈഫായിട്ടുള്ള ക്യാരക്ടറായിട്ട് തുടങ്ങുന്നത്. പക്ഷെ അവിടെ തുടങ്ങിയതിനു ശേഷം പിന്നെ എല്ലാവരുടെയും ആ ഒരു ബാച്ചിൽ എനിക്ക് തോന്നുന്നു ഞാൻ ജഗദീഷ് ചേട്ടനെ മാത്രമേ വൈഫ് ആവാത്തേ ഉള്ളൂ. സിദ്ദിഖേട്ടന്റെ വൈഫായി, അതിനുശേഷം എന്റെ സിനിമയിൽ മുകേഷ് ചേട്ടന്റെ വൈഫായി, കലികാലത്തിൽ അശോക് ചേട്ടന്റെ വൈഫായി, അതിനുശേഷം ജഗദീഷ് ചേട്ടന്റെ സിനിമ ഇതുപോലെ വിളിച്ചു. ജഗദീഷ് ചേട്ടൻ്റെ സിനിമയ്ക്ക് ക്യാരക്ടർ ഇങ്ങനെ വിളിച്ചു. അപ്പത്തേക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്ഥിരമായിട്ട് ഈ ഒരു പാറ്റേൺ തന്നെ ആയപ്പോൾ ഞാനും പറഞ്ഞു ഇനിയിപ്പോൾ അത് ടൈപ്പായി പോവെന്നുള്ളത് കൊണ്ട് ഞാനൊന്ന് വലിഞ്ഞിരുന്നു. അതുകൊണ്ട് ആ ജഗദീഷ് ചേട്ടൻ്റെ ഭാര്യ ആവാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരുടെയും ആ ഒരു ടീമിൽ എല്ലാവരുടെയും ഭാര്യമാരായിരുന്നു. അതന്നെ. അപ്പൊ അങ്ങനെ ആ സിനിമ കംപ്ലീറ്റ് ചെയ്തു. തുടർന്ന് ഏതാ പറഞ്ഞത്? അതിനുശേഷം പിന്നെ കലികാലം ചെയ്തു. പക്ഷെ റിലീസ് ചെയ്ത ഫസ്റ്റ് MLA മണി ആയിരുന്നു. MLA മണിയിലാണ് ഹീറോയിനായിട്ട് ചെയ്തത്. കലികാലത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ കലികാലം ഞാൻ ചെയ്യാനുള്ള മെയിൻ റീസൺ ശാരദാമ്മയാണ്. ശാരദാമ്മയുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച വലിയൊരു കാര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ്, പിന്നെ അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു അതിന്റെ ഡയറക്ടർ. അപ്പം അങ്ങനെ വന്നിട്ടാണ് കലികാലം ചെയ്യുന്നുണ്ടായിരുന്നത്. അതിലാണ് അശോകേട്ടൻ്റെ വൈഫായിട്ട് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു, ഷെല്ലി എന്ന് പറഞ്ഞിട്ട്. അപ്പം അച്ചു പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടറായിരുന്നു. ഇത് തുടക്കത്തിലായതുകൊണ്ട് ഞാൻ മോഡലിംഗ് എന്ന് വന്നതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാം നൃത്തമാണെങ്കിലും ഒക്കെ നിൽക്കുന്ന രീതി, സംസാരിക്കുന്ന രീതിയൊക്കെ മോഡലിംഗ് സ്റ്റൈലായിരുന്നു. അപ്പം മധുബൻ സാറാണ് അതിന്റെ ക്യാമറ. സാർ എപ്പോഴും പറയും മോളെ ഇത് ഡിജിറ്റൽ ക്യാം ആയതുകൊണ്ട് നന്നായി ഫിലിം ആയിരുന്നു ഞങ്ങളിപ്പോ പുറത്താക്കിയത്. പിന്നെ കുറച്ചല്ല കുറെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നിൽക്കുന്ന രീതി, ഞാൻ ഒറ്റക്കാലം തൂങ്ങിയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ബിഹേവിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറി വരാൻ നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും മാറിയത് സീരിയലിലാണ്. സിനിമ അത് കഴിഞ്ഞിട്ട് പിന്നെ MLA മണി ചെയ്തു മണിച്ചേട്ടൻ്റെ ഹീറോയിനായിട്ട്. അത് ഈ പറഞ്ഞ പോലെ അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. മണിച്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. അതേപോലെ പിന്നെ ബ്രേക്കിംഗ് ന്യൂസ് ചെയ്തപ്പം തിലകൻ സാറിൻ്റെ കൂടെ ഒരു സോങ് ആണ് ബ്രേക്കിംഗ് ന്യൂസിൽ കാര്യമായിട്ട് വരുന്നത്. ആ സോങ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ തിലകൻ സാറായിരുന്നു. കാരണം തിലകൻ സാറിൻ്റെ കൂടെ ഒരു സ്ക്രീന് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയെന്ന് പറയുമ്പോൾ അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല. കോസ്റ്റ്യൂമും ഒന്നും എനിക്ക് വിഷയമല്ല. അല്ല, പക്ഷേ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ചിലതിനെ അതിൻ്റെ ഒരു സൗന്ദര്യപരമായി കാണുകയാണെങ്കിൽ അതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു അറ്റംപ്റ്റും അപ്രോച്ചും ആയിരുന്നു കേട്ടോ. അത് ആ പാട്ടിലെ മുഖ്യ ആകർഷണങ്ങളിലൊന്നും സാധ്യത തന്നെയാണ് ആയിരിക്കാം. പക്ഷെ എന്താന്ന് വെച്ചാല് അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വന്നതൊക്കെ എന്ന് പറഞ്ഞാൽ സാധിക ബ്രേക്കിംഗ് ന്യൂസ് ചെയ്തപ്പോൾ ഒരു സോങ് ഉണ്ട് നമ്മുടെ സിനിമയിൽ ചെയ്യാൻ. ഞാൻ പറഞ്ഞു ചേട്ടാ ഇല്ല, കാരണം അങ്ങനെ നമ്മൾ ചെയ്തിട്ട് കാര്യം. കാരണം അത് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ക്യാരക്ടർ എന്താണെന്ന് അറിയാം. കാരണം ആ ക്യാരക്ടറിനും ആ സിനിമയിൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. കാരണം കാവ്യം മൈഥിലും തമ്മിലുള്ള റിലേഷനാണ് കാണിക്കുന്നത്. അപ്പം മൈഥിലിക്ക് പറ്റുന്ന ഒരു, നമ്മുടെ സൗമ്യയുടെ ഇതായിരുന്നു ട്രെയിനിൽ വെച്ച് സംഭവിച്ചത്. ആ ഇൻസിഡന്റ് കാവ്യ കാണുന്നു, അതിന് റിയാക്ട് ചെയ്യുന്നതാണ്. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പം ഈ ഒരു പാട്ട് കണ്ട് പണ്ട് കാലത്ത് സ്ത്രീകൾ എപ്പോഴും സ്ത്രീകളെ സംരക്ഷിക്കാൻ കൂടെ നിന്നു, ഇന്നത്തെ കാലത്ത് അവർ കൂടെ നിൽക്കുന്നില്ല, അവർക്ക് ഉൾഭയം കാരണം അവർ മാറുന്നു എന്നുള്ളത് ഇതിൽ തിരിച്ചറിഞ്ഞിട്ടാണ് പിന്നെ കാവ്യം മാറുന്നത്. അപ്പൊ ആ സോങ്ങിന് ആ സിനിമയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം. അല്ലാതെ നമ്മളൊരു ചുമ്മാ ഒരു ഐറ്റം സോങ് ഒന്നിൽ പോയി ചെയ്യുന്നതിൽ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ആ ഒരു പാറ്റേൺ പിന്നെ ഫോളോ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സീരിയലിലോട്ട് വരുന്നത്. അതന്നെ. സീരിയലില് എങ്ങനെയാണ് സീരിയൽ തുടക്കം? സീരിയൽ തുടക്കം എന്ന് പറഞ്ഞാൽ പട്ടുസാരി തന്നെയായിരുന്നു. താമര, അത് കുട്ടനാട്ടിലെ കുട്ടനാട് പോകുന്ന ഒരു ക്യാരക്ടർ. അതൊക്കെ അത്യാവശ്യം സാഹസികമായിട്ടുള്ള പ്രവൃത്തിയാണ്, അത്യാവശ്യം ചെയ്തു അല്ലേ? അല്ല, ഒരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് കയറൊക്കെ കെട്ടിയിട്ടായിരിക്കും തുടക്കത്തിൽ ചെയ്യാ. തുടക്കം അങ്ങനെയായിരുന്നു. പക്ഷെ തുടക്കം എന്ന് വെച്ചാൽ ഫസ്റ്റ് 2 ദിവസം എനിക്ക് ഷൂട്ട് ഇവര് തോണിയൊക്കെ എല്ലാം കെട്ടിയിട്ടൊക്കെ തുഴയാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 3rd ഡേ പ്രമോ ഷൂട്ടായിരുന്നു. അപ്പൊ അതിന് നമുക്ക് ചാനലിൽ നിന്നാണല്ലോ ആൾക്കാർ വരുന്നത്. തീർച്ചയായിട്ടും മഴവിൽ നിന്നാണ്. അപ്പൊ മഴവിൽ നിന്ന് അവർ ചാനലിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അവരാണ് എടുത്തത്. അപ്പൊ നമ്മുടെ ഡയറക്ടേഴ്സും നമ്മുടെ കുറച്ച് ടീമിൽ കുറച്ച് ആൾക്കാരുണ്ടെന്നല്ലോ, ബാക്കി ആരും അവിടെ ഇല്ല. കയറൊക്കെ പൊട്ടിപ്പോയല്ലോ, അവര് പൊക്കോളം പറഞ്ഞു. ഓരോ വിചാരം എനിക്ക് അറിയാമെന്നായിരുന്നു. പക്ഷെ അത് ഞാൻ ഫസ്റ്റ് ഡേനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഏകദേശം എനിക്ക് റൈറ്റിലേക്ക് പോകണമെങ്കിൽ ലെഫ്റ്റ് തുഴയണം, ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ റൈറ്റിൽ വേണം തുഴ വെക്കാൻ പഠിച്ചിരുന്നു. അപ്പൊ എനിക്കത് ഏകദേശം ബാലൻസ് ചെയ്യാൻ അറിയാം. സാധിക എയർ ഹോസ്റ്റസ് ട്രെയിനിങ് ആയിട്ടുള്ള ആളാണോ? ചെയ്തിട്ടുണ്ട്. അതിന്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് സ്വിമ്മിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? സ്വിമ്മിംഗ് വരുന്നുണ്ട്. പക്ഷെ അതും ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് വീസിങ്ങിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്ക് അധിക നേരം വെള്ളത്തിനടി നിൽക്കാൻ പറ്റില്ല. അപ്പം ആ ട്രെയിനിങ് അതിൽ പോലും പാസ്സാവാൻ വേണ്ടിയിട്ട് എനിക്ക് ഹൈറ്റ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ
ജമ്പ് ചെയ്യുന്ന സമയത്ത്, സ്വിം ചെയ്യാൻ വേണ്ടി ജമ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്ന് നന്നായി ഓടിയിട്ട് നീട്ടി അങ്ങ് ജമ്പ് ചെയ്ത് അത്രയും ഭാഗം കാണുന്നു, ഇനി കുറച്ച് ഭാഗം മാത്രം പോയിട്ട് രക്ഷപ്പെടാം. അങ്ങനെ രക്ഷപ്പെട്ടിട്ടാണ് ഞാൻ അത് എക്സാം പാസ്സായത്. അപ്പൊ അതുകൊണ്ട് സ്വിമ്മിങ് ഇപ്പോഴും കുഴപ്പമില്ല, പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് അറിയില്ല. റിസ്ക് ആണ്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താന്ന് വെച്ചാൽ കൂടിപ്പോയാൽ നമ്മൾ മരിക്കും, അതിന്റെ അപ്പുറത്തേക്ക് വെള്ളത്തിൽ വേണം ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് കുഴപ്പമില്ല. നമുക്ക് എല്ലാവർക്കും പേടി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതാണല്ലോ. അപ്പൊ എനിക്ക് ഇത് പ്രശ്നം അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോ എന്ത് സംഭവിച്ചാലും ഒന്നും വരാനില്ലല്ലോ, മാക്സിമം അതേ ഉള്ളൂ. അല്ലാതെ വെള്ളത്തിന്റെ അടിയിൽ നമുക്ക് വേറെ അങ്ങനത്തെ പരിക്കുകളൊന്നും പറ്റാനില്ല, ശ്വാസം മുട്ടി മരിക്കും. അങ്ങനെ പട്ടുസാരി ചെയ്തു. പിന്നെ അതിനുശേഷം പിന്നെ ബ്രേക്ക് ആയിരുന്നു. അതിനുശേഷം പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നീട് ടെലിവിഷൻ അവതരണത്തിലേക്ക് കാര്യമായിട്ട് തിരിച്ചു വന്നപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ കുക്കറി ഷോ ആയിട്ടാണ് സത്യം പറഞ്ഞാല് കുക്കറി ഷോയിൽ കയറിയതിനു ശേഷമാണ് എനിക്ക് ഇങ്ങനെ പാചകം അറിയാമെന്ന് മനസ്സിലാവുന്നത്. സത്യം പറഞ്ഞാൽ ഹരിയൻ എന്നെ റെഫർ ചെയ്തു ഏഷ്യാനെറ്റിലേക്ക്. പക്ഷെ അപ്പൊ അന്ന് എന്നെ വിളിച്ച് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞല്ലോ കുക്ക് ചെയ്യും കുഴപ്പമില്ലെന്നല്ലേ. പക്ഷെ അതിനുശേഷം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, അയ്യോ ഇത്രയൊക്കെ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയുമോ. അല്ല, പിന്നെ അതിലുള്ളൊരു കാര്യം, പാചകം ചെയ്യുന്നത് നന്നാവുക, അത് പക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല, സ്വാദ് അത് അവതരിപ്പിക്കുന്നത് നന്നാവുക. അതോടൊപ്പം സ്ത്രീ പ്രേക്ഷകരൊക്കെ, സ്ത്രീകളോ പുരുഷന്മാരോ, പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് വിഷ്വലി ഈ അവതാരക എത്രത്തോളം നന്നാവുന്നു, അവരുടെ ഡ്രസ്സിങ്, അവർ യൂസ് ചെയ്യുന്ന ആക്സസറീസ്, ഹെയർ സ്റ്റൈൽ, മേക്കപ്പ്, ആ കാര്യത്തിൽ സാധിക നല്ല നിലവാരം പുലർത്തിയിട്ടുണ്ട്. അത് കാരണം ടേസ്റ്റ് ടൈമിന്റെ മൊത്തം ചേഞ്ച് ആയിപ്പോയി. കാരണം രശ്മി ചേച്ചിക്ക് ഇപ്പൊ തിരിച്ചു വന്നപ്പോ എന്നോട് പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ ചെയ്തപ്പം ഒരു ചെറിയ കമ്മലും അവര് നോർമൽ വീട്ടിൽ നിൽക്കുന്ന സ്റ്റൈലിലാ ചെയ്തത്, നീ വന്നതിന് ശേഷമാണ് കേട്ടോ ഇപ്പൊ ചേച്ചി, ഇപ്പൊ ഡാൻ ചേച്ചി ചെയ്യുമ്പോ ഡാൻ ചേച്ചി പറയുന്നത് ലക്ഷ്മി മോതിരല്ല, ലക്ഷ്മി കമ്മൽ. ഓ എനിക്ക് ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഡെയിലി ടെലികാസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകളുടെ പ്രൊഡക്ഷൻ സ്വഭാവം അനുസരിച്ച് ഒന്നിച്ച് കുറെ എപ്പിസോഡുകൾ എടുക്കുന്നു പറയുമ്പോൾ, ഇപ്പം ഞാനൊക്കെ നേരത്തെ ചെയ്യുമ്പോഴും ഒരു കോസ്റ്റ്യൂമൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഇടും. ഒരു 4 എപ്പിസോഡ് കഴിഞ്ഞ് വീണ്ടും കോസ്റ്റ്യൂം, കാരണം അതാണ് സൗകര്യപ്പെടുക. ഞാൻ സാധികയെ നോക്കിയിട്ട് അതിൽ സാധിക ഒരിക്കലിട്ടൊരു കോസ്റ്റ്യൂം പിന്നീട് അധികം റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. അതെന്താണ് ഇതിന്റെ ഒരു വസ്ത്ര രഹസ്യം? സത്യം പറഞ്ഞാൽ വീട്ടിലിപ്പം കോസ്റ്റ്യൂം വെക്കാൻ സ്ഥലമില്ല. അതായത് ഇത്തിരി കോസ്റ്റ്യൂം വാങ്ങിക്കാൻ നമ്മുടെ സന്തോഷമാണല്ലേ പുതിയ പുതിയ. എനിക്ക് അത് എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ നിർബന്ധം കൂടി ഇല്ല. ഞാൻ ഇപ്പം കോസ്റ്റ്യൂം ആണെങ്കിലും അതെ, ഇപ്പം നമ്മൾ ചെയ്യുന്ന കുക്കിംഗ് ആണെങ്കിലും നമ്മൾ ഡിഷ് എടുക്കുന്നതാണെങ്കിലും ഒരു രീതിയിലും അത് റിപ്പീറ്റേഷൻ വരരുതെന്ന് ഞാൻ പേഴ്സണലി എനിക്കൊരു താല്പര്യമുണ്ട്. പക്ഷെ ഇതിപ്പോൾ 3 വർഷമായി, ചിലപ്പോൾ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, ഇനി വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ. കാരണം നല്ലൊരു എമൗണ്ട് ഈ പറഞ്ഞ കോസ്റ്റ്യൂമിനും ആക്സറീസിനൊക്കെ ആയിട്ട് ചിലവാകും. സീരിയലും നമ്മൾ തന്നെയല്ലേ സെൽഫായിട്ട് കോസ്റ്റ്യൂംസ്? സീരിയലും അതെ. പിന്നെ കോസ്റ്റ്യൂംസ് ഈ പറഞ്ഞ പോലെ എനിക്ക് പൊതുവേ സാരീസൊക്കെ ഇഷ്ടമായതുകൊണ്ട് നല്ലത് കാണുമ്പോൾ വാങ്ങിക്കാറുണ്ട്. പിന്നത്തെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കോസ്റ്റ്യൂംസ് ഞാൻ എടുക്കുന്നത് അങ്ങനെ വലിയ ബ്രാൻഡഡോ അങ്ങനെയൊന്നല്ല. ചിലപ്പോ ബോംബെയിലൊക്കെ പോകുമ്പോൾ ഹോൾസെയിൽ ആയിട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞിരിക്കുന്ന സാരികളൊക്കെ ആവും, അവിടെ നിന്ന് പെറുക്കിയെടുക്കുകയൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ റേറ്റ് വളരെ കുറവായിരിക്കും. അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്യാമറയിലുള്ള ഭംഗിയാണ്, വിഷ്വൽ ബ്യൂട്ടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിനൊക്കെ 250 രൂപയുടെ സാരി ആയിരിക്കും ചിലപ്പം, പക്ഷെ അത് ക്യാമറയിൽ ഒരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള ലുക്ക് ആയിരിക്കും. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് ഡ്രസ്സ് എടുക്കുന്നത്. ഒരുവിധം പെൺകുട്ടികളൊക്കെ ഈ ഹൈ ഹീൽഡ് ചെരുപ്പുകളുടെ ആരാധകരാണല്ലോ. ഹീൽ അധികം ഇല്ലാത്ത ചെരുപ്പ് ഉപയോഗിക്കുന്ന അപൂർവം ആളുകളുടെ ഒരാളായിരിക്കണം. തീർച്ചയായിട്ടും എനിക്ക് ഹീൽസ് പറ്റൂല. ഹീൽസ് ഞാൻ ആകെ യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോഷൂട്ടിന് മാത്രം യൂസ് ചെയ്യും. കാരണം ഇപ്പം പിന്നെ യൂസ് ചെയ്യാറില്ല, പക്ഷെ എന്നാൽ പോലും നമ്മൾ മോഡേൺ ഡ്രസ്സസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ സ്കേർട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഹീൽസ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കാലിനൊക്കെ പോസ്ചറൊക്കെ ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഹീൽസ് യൂസ് ചെയ്യാറുണ്ട്. അല്ലാതെ അതിന്റെ കാരണം നേരത്തെ സ്വിമ്മിങ്ങിന് അനുകൂലമായി എന്ന് പറഞ്ഞ ഹൈറ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു 5'8". ഇപ്പൊ മലയാളത്തിലെ നടിമാരിലെ നായികമാരും നൈല ഉഷയോ അല്ലെങ്കിൽ അത്തരത്തില് വളരെ അപൂർവം റീനു മാത്യൂസ് ഉണ്ട് അല്ലേ, വളരെ കുറച്ച് പേരേ ഉള്ളൂ. അത് മാത്രമല്ല, സത്യം പറഞ്ഞാൽ ഈ ഹൈറ്റ് പലപ്പോഴും എനിക്ക് സിനിമയ്ക്ക് പണിയായിട്ടുണ്ട്. കാരണം ദിലീപേട്ടന്റെ നായികയായിട്ട് ഇതുപോലെ ഏതോ ഒന്നിൽ വിളിച്ചപ്പോൾ, അതുപോലെ ശ്രീനിച്ചേട്ടന്റെ കൂടെ പേരായിട്ട് ഒരു ഇതിൽ വിളിച്ചപ്പോൾ ഒക്കെ സാധിക ഹൈറ്റ് ഒരു പ്രശ്നം, ഹൈറ്റ് പണിയാവാറുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് ഈശ്വര. കാരണം നമ്മള് പിന്നെ ഈവൻ സീരിയലൊക്കെ ആണെങ്കിൽ ഷൂട്ട് ചെയ്യുമ്പം ഞാൻ ഏറ്റവും കൂടുതൽ പൊതുവെ ആർട്ടിസ്റ്റിന് സ്റ്റൂളാണ് കൊടുക്കല്. നമ്മുടെ ആക്ടേഴ്സിനെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും സ്പ്രെഡ് ചെയ്ത് ഞാൻ ഇങ്ങനെയാവും നിൽക്കുന്നുണ്ടാവും. സജഷൻ ഷോട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എൻ്റെ ഒരു നിർത്തുന്ന പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ നിൽക്കേണ്ടി വരും. കാരണം ആ ഹൈറ്റ് ബാലൻസ് ചെയ്യണമെങ്കിൽ. നമ്മളിപ്പോൾ സംസാരിച്ച സിനിമയോ സീരിയലോ TV ആങ്കറിങ്ങോ നൽകിയ ഒരു ക്രിയേറ്റീവ് ഹാപ്പിനെസ് ഉണ്ടല്ലോ,
ഒരുപക്ഷെ അതിനേക്കാൾ ഒട്ടും കുറവായിരിക്കില്ല, അതിനേക്കാൾ കൂടുതലായിരിക്കും മോഡലിംഗ് നൽകിയിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടം, ഏറ്റവും പാഷൻ എന്ന് പറഞ്ഞാൽ മോഡലിംഗ് ആണ്. അത് എത്ര കിട്ടിയാലും, ഫോട്ടോഷൂട്ട് ആയാലും അതുപോലെ തന്നെ TVC ആയാലും, അത് എപ്പോൾ കിട്ടിയാലും ഞാൻ നോ എന്ന് പറയാറില്ല. എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി പേയ്മെന്റിന് വേണ്ടി ബാർഗെയിൻ ചെയ്തിട്ടൊന്നും ഒഴിവാക്കുന്ന പരിപാടികളില്ല. പേയ്മെന്റ് ഇല്ലാത്ത വർക്ക് എന്ന് പറഞ്ഞാലും ഫോട്ടോഷൂട്ടൊക്കെ കിട്ടി ഞാൻ ചിലപ്പം എനിക്ക് ഫോട്ടോസ് കിട്ടും. അതുപോലെ ചിലപ്പം ചില ബൊട്ടീക്കിനൊക്കെ അത് വരും. അപ്പോൾ അവർക്ക് ചേച്ചി പേയ്മെന്റ് ഒന്നുമില്ല, ചേച്ചി കുറച്ച് ഡ്രസ്സ് ഇട്ടിട്ട് അപ്പോൾ ഓക്കെ ഫോട്ടോസ് കിട്ടുമല്ലോ, അപ്പോൾ ഞാൻ ഓക്കെ ശരി ചെയ്യാമെന്ന് പറയും. കാരണം അതൊക്കെ ചെയ്തിട്ടുള്ള ഇപ്പോൾ ഏതൊക്കെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അല്ലെങ്കിൽ ഏതൊക്കെ ഫോട്ടോഷൂട്ടുകളാണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് അത് ഏറ്റവും കൂടുതൽ നല്ല ഫീഡ്ബാക്സ് കിട്ടിയിട്ടുള്ളത്? ഫീഡ്ബാക്സ് ഒന്ന് മാർട്ടിൻ പ്രക്കാട് ചെയ്ത ഒരു ഇത് ലേമിഗ്നൻ എന്ന് പറഞ്ഞൊരു ബൊട്ടിക്കായിരുന്നു. ഞാൻ മോഡലിംഗ് തുടങ്ങിയ സമയത്ത് ചെയ്തതാണ്. അത് ജിജീഷൊക്കെ ആയിരുന്നു മേക്കപ്പ്. അത് നല്ല അത്യാവശ്യം റീച്ച് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സെനിച്ചേട്ടൻ്റെ ഫോട്ടോഷൂട്ട് ജാൻമണിയൊക്കെ ആയിരുന്നു മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും റീച്ച് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക്. പിന്നെ സരിതേട്ടൻ്റെ ഫോട്ടോഷൂട്ട്, അത് അത്യാവശ്യം വൈറലായിട്ടുള്ള ഫോട്ടോഷൂട്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും പലർക്കും അറിയില്ല ഞാൻ ഇങ്ങനെയൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നും അല്ലെങ്കിൽ ഇങ്ങനത്തെ മോഡേൺ കോസ്റ്റ്യൂംസ് യൂസ് ചെയ്തിട്ടുണ്ടെന്നും അറിയാത്ത ആൾക്കാരുണ്ട്. കാരണം എന്നെ ഒരുവിധം ആളുകൾ, യങ്സ്റ്റേഴ്സ് എന്നെ അറിയാൻ തുടങ്ങുന്നത് ടമാർ പടാറിലൂടെയാണ്. അപ്പൊ ടമാർ പടാറിൽ വന്നപ്പോഴാണ് അവര് ഓക്കെ സാധിക അങ്ങനെ ആളുണ്ട്, പിന്നെ അവര് റെഫർ ചെയ്തൊക്കെ പോകുമ്പോഴാണ് അറിയുന്നത്. അപ്പൊ അവരെന്നെ എപ്പോഴും കാണുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഒന്നെങ്കിൽ സാരി ആയിരിക്കും, അല്ലെങ്കിൽ സൽവാർ ആയിരിക്കും, അല്ലെങ്കിൽ ജീൻസ്. അപ്പം അതിൽ കുറെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ പെട്ടെന്ന് ഇങ്ങനത്തെ ഏതെങ്കിലും ഫോട്ടോസ് കാണുമ്പോൾ അയ്യോ ചേച്ചി ഇത് ചേച്ചിയുടെ ഫോട്ടോഷൂട്ട് ഇനിയാണോ, അതോ ഇനി അതെല്ലാം മോർഫ് ചെയ്തോ? അതുപോലെ ബ്രാ, ഇപ്പൊ ഷോർട്ട് ഫിലിം ആണെങ്കിൽ റാന്തലും ബ്രായൊക്കെ കാണുമ്പോൾ ഈ സാധിക വളരെ മോശമായിപ്പോയി ഇങ്ങനെ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. കാരണം അവർക്കൊന്നും ഞാൻ തുടക്കം മുതലേ ഇങ്ങനെയാന്നുള്ളത് അറിയില്ല. എന്താണ് ഇവ മോശം എന്ന് പറയുന്ന ഫാക്ടർ എന്താണ്? അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്ന ഒരു ശാലീനത അല്ലെങ്കിൽ ഒരു കുലീനത ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കിസ്സിങ് സീൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ബെഡ്റൂം സീൻ ആണെങ്കിലും നമ്മൾ ഇടുന്ന ഒരു കോസ്റ്റ്യൂം ഒന്ന് മുട്ടിന് മുകളിൽ കയറിയാലും അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയാലും ഒക്കെ അതവർക്ക് മോശമാണ്. പക്ഷേ നമ്മുടെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് നമ്മൾ ഒരിക്കലും നമുക്കൊരു ക്യാരക്ടർ, നല്ല ക്യാരക്ടർ വരുമ്പം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് കളഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടൂല. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വർക്ക് വരുമ്പം ഓക്കെ എല്ലാ രീതിയിലും അത് എനിക്ക് ഓക്കെ ആണ് എന്ന് കണ്ടാൽ ഞാനത് ചെയ്യും. പെർഫോമൻസിനോട് ക്യാരക്ടറിനോട് കോംപ്രമൈസ് ചെയ്യില്ല ഒരിക്കലും ഇല്ല. കാരണം അവിടെ എന്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പം ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കൊടുക്കാതെ ആ ക്യാരക്ടർ ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ചെയ്യരുത്. നമ്മൾ ചെയ്യുവാണെങ്കിൽ ആ ക്യാരക്ടർ എന്താ ഡിമാൻഡ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റണം. അങ്ങനെ വിശ്വസിക്കുന്നതാണ്. പോലീസ് ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. പോലീസ് ക്യാരക്ടർ ചെയ്ത് ജാഗ്രതയിൽ ചെയ്തു, പിന്നെ നമ്മുടെ ന്യൂല് ചെയ്തു. മാഡം, എനിക്കിവരെ അറിയാം. ഇവന് 16 വയസ്സേ ആയിട്ടുള്ളൂ. ലൈസൻസ് ഇല്ലാതെയാണോ വാഹനം ഓടിക്കുന്നത്? ലൈസൻസ് ഇല്ലേ, പണി കിട്ടൂടാ. അതില് ഈ പറഞ്ഞ പോലെ അതും എനിക്ക് അതൊന്നും അത്യാവശ്യം എനിക്കൊന്നും ക്യാരക്ടേഴ്സും കാണുന്നില്ല അറിയില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും കുറെ പോലീസിന്റെ ക്യാരക്ടേഴ്സ് സിനിമയിലൊക്കെ വരുമ്പോ ഇവരൊന്നും കാണുന്നില്ല. ഫിഗർ ഫീച്ചറുള്ള ഒരാളാണ്. അത് ആ ജാഗ്രത സീരിയലിൽ അതില് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം, ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ എത്ര ഫ്രണ്ട്ലി ആയിട്ടും ഫണ്ണി ആയിട്ടൊക്കെ സംസാരിക്കുന്നെങ്കിലും ഇത് നേരിട്ട് കണ്ട് വാക്കുകൾ കൊണ്ട് വിനിമയം നടത്തുമ്പോൾ ഓക്കെയാണ്. ഇത് എഴുതി കാണുന്ന സമയത്ത് ഫേസ്ബുക്കിലൊക്കെ ചില സ്റ്റാറ്റസ് അല്ലെങ്കിൽ വാട്സാപ്പിൽ ചില സ്റ്റാറ്റസുകൾ വായിക്കുമ്പോൾ പേടി തോന്നും ചില ആളുകൾക്ക്. ഇത് എന്തൊരു റിബൽ ആറ്റിറ്റ്യൂഡാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ആളുകൾ എന്നിലേക്ക് വരാത്തത്. നീ പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. അത് എന്താണ് ഒരു കാഴ്ചപ്പാട്? സ്വന്തം കാഴ്ചപ്പാടുകളെ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങളെ സ്വന്തം വ്യക്തി സ്വാതന്ത്ര്യത്തിനെ പ്രകടിപ്പിക്കുന്നതിൽ, പ്രദർശിപ്പിക്കുന്നതിൽ എത്രത്തോളം ആ ഒരു ഫ്രീഡം സ്വന്തം ജീവിതത്തിൽ എൻജോയ് ചെയ്യുന്നുണ്ട്? എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താണോ അതാണ് ഞാൻ. അപ്പം ഞാൻ ഫേസ്ബുക്കിലൊക്കെ എഴുതുകയാണെങ്കിലും ഇനി അതല്ല വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ ആണെങ്കിലും എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ചിന്തകളാണ് ഞാൻ എഴുതുന്നത്. അപ്പം ഭയങ്കര എഴുത്തൊന്നല്ല എങ്കിൽ പോലും അതെ അത് എവിടെയെങ്കിലും അപ്പം അത് അങ്ങനെ എഴുതുന്നത്. അപ്പം പല ആളുകൾക്കും ഇത് പറയാൻ പേടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ പലരുടെയും വിചാരം ഭയങ്കര അഹങ്കാരിയാണ് അല്ലെങ്കിൽ ഭയങ്കര റിബലാണ്. പല കുട്ടികൾ ഇപ്പോഴും തീർച്ചയായിട്ടും ഇപ്പോഴും പല ഞാൻ യങ്സ്റ്റേഴ്സ് വരെ എൻ്റെ അടുത്ത് സംസാരിച്ച് എൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ അയ്യോ ചേച്ചി ഭയങ്കര പാവമാണോ, ചേച്ചി ഇങ്ങനെ സംസാരിക്കുന്ന ആളാണോ എന്ന് ചോദിക്കും. പക്ഷെ അല്ലാത്തടത്തോളം കാലം എന്നെ കാണുമ്പോൾ എപ്പോഴും അവരൊരു
വേണ്ട, ബുദ്ധിമുട്ടാണ്, പണിയാണ്, ഒരു അങ്ങനെ അവരങ്ങനെ തന്നെയാണ് പൊതുവേ. അത് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തല്ല, പക്ഷെ മേ ബി എൻ്റെ ആറ്റിറ്റ്യൂഡിനെ ആവാം. കാരണം ഞാൻ എപ്പോഴും ഭയങ്കര ഒരു ഫ്രീ ആയിട്ട് ആളുകളായിട്ട് ഇപ്പോൾ പെരുമാറുന്നതായാൽ പോലും ആദ്യം കാണുമ്പം കുറച്ച് പണിയാണ് എനിക്ക്. 2 ദിവസം 3 ദിവസമൊക്കെ ഒന്ന് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അങ്ങനെ കമ്പനി ആവുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ അവർ അതേസമയം കമ്പനി ആയി കഴിഞ്ഞാലോ എല്ലാം പറയുകയും ചെയ്യും. എനിക്ക് അങ്ങനെ ഒന്നും ഹൈഡ് ചെയ്യുന്ന ടൈപ്പ് അങ്ങനെയൊന്നുമല്ല. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ പറയുകയും ചെയ്യും. അച്ഛൻ ഇൻഡസ്ട്രിയിൽ നേരത്തെ ബന്ധമുള്ള ആളായതുകൊണ്ട് തന്നെ അച്ഛനുമായി ചേർന്ന് പുതിയ ചില പ്രൊഡക്ഷൻ നിർമ്മാണ സംരംഭങ്ങൾ, പ്രൊഡക്ഷൻ ഹൗസ് പ്ലാൻസ് ഒക്കെ നേരിട്ട് എന്തൊക്കെയാണത്? അച്ഛൻ നമ്മുടെ മഞ്ഞിലാസിലായിരുന്നു വർക്ക് ചെയ്തത്. KS സേതുമാധവൻ സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു. വേണു സിത്താര എന്ന്, ശരിക്കും വേണുഗോപാൽ എന്നാണ്. സിത്താര എന്നുള്ള പേരിലാണ് അച്ഛൻ്റെ സിനിമകളും. ഇളനീർ എന്ന് പറഞ്ഞ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അച്ഛന് ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ചെയ്തു വെച്ചപ്പം അച്ഛൻ ആ സ്ക്രിപ്റ്റ് ഇനി പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, സ്ക്രിപ്റ്റിന് പൈസ കിട്ടുമായിരിക്കും. ഇപ്പം അത്യാവശ്യം പഴയത് വെച്ച് നല്ല എമൗണ്ട് വരുന്നുണ്ട്. പക്ഷെ ആ സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ കയ്യിലായി കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് അച്ഛൻ ഉദ്ദേശിച്ചത്, അച്ഛൻ്റെ ഇപ്പോഴത്തെ ഓരോ സ്ക്രിപ്റ്റും പറയാൻ ഉദ്ദേശിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്, സമൂഹത്തിനുള്ള ഓരോ മെസ്സേജസ് ഉണ്ട്. അപ്പോൾ അത് കയ്യിൽ നിന്ന് പോകുമോ എന്നൊരു പേടി കാരണം അച്ഛൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വേണം ഇങ്ങനെ പറഞ്ഞ് നമുക്കൊരു പ്രൊഡക്ഷൻ ഹൗസായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുമല്ലോ, നമുക്ക് ആ ഒരു പ്രൊജക്റ്റിലൊരു പിടുത്തം ഉണ്ടാവുമല്ലോ. അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് പ്രൊഡക്ഷൻ ഹൗസ് ക്രിയ എന്നാണ്, ക്രിയ മൂവി മേക്കേഴ്സ് എന്നാണ് പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര്. അപ്പം അതിലിപ്പോൾ ഒരു 3 സിനിമകൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് എന്തായാലും എനിക്കൊന്ന് ഈ ഒരു വർഷം തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. മാക്സിമം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നടക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാ പുതിയ സംരംഭങ്ങൾക്കും 1000 ആശംസകൾ. താങ്ക് യു.